കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 നാളെ തുടക്കം കുറിക്കുകയാണ്. 6 ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ജനം ടിവിയോട് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ജനം എക്സ്ക്ലൂസീവ്. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 അരങ്ങുണരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 6 ക്യാപ്റ്റന്മാർ 6 ടീമുകളുടെ 6 ക്യാപ്റ്റന്മാർ നമുക്കൊപ്പം ചേരുകയാണ്. എക്സ്ക്ലൂസീവ്ലി ഫോർ എസ്. ആദ്യം കൃഷ്ണപ്രസാദ്, ട്രിവാൻഡ്രം റോയൽസ്. കൃഷ്ണ, കഴിഞ്ഞ സീസൺ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ടീമിന് വേണ്ടി. എന്താണ് ഈ തവണ ടീമിൻ്റെ പ്രതീക്ഷകൾ? തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കപ്പടിക്കാൻ തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷേ കീപ്പിംഗ് ഇറ്റ് സിമ്പിൾ, നാളെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു നല്ലൊരു 2 weeks പ്രിപ്പറേഷൻ കിട്ടി. സോ എല്ലാവരും ഒരു കോൺഫിഡൻ്റ് ആണ്, നല്ലൊരു പ്രിപ്പയർ ചെയ്തതിൻ്റെ ആ ഒരു ബിലീഫും എല്ലാവരും ആ ടീമിലുണ്ട്. സോ നാളെ ഗുഡ് ടു ഗോ. യെസ്. അഖിൽ എം എസ്, ആദ്യ സീസണിലെ ഏറ്റവും വിലയേറിയ താരം, ബാറ്റ് കൊണ്ട് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് ആരാധകർക്ക് ഉറപ്പായിട്ടും അറിയാം. എന്താണ് ഇത്തവണ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതൊരു 3ാമത്തെ സീസണാണ്, ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാപ്റ്റൻസി ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ടീമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇപ്പോൾ 2 weeks ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു ഈക്വലി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൈഡാണ്, ഒരു യങ് സൈഡാണ്. എല്ലാവരും ഒരു എക്സൈറ്റഡ് ആണ് കുറച്ച്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി. വത്സൽ ഗോവിന്ദ്, ഐ നോ യു ആർ എ ഗ്രേറ്റ് ക്ലാസി ബാറ്റർ ആൻഡ് നൗ how you handle the 2020 mood as a captain, as a batter, as a player? I think whenever I'm leading, it's always a good responsibility and a good challenge. And I feel whenever I'm leading a side, it brings out the best of me. So looking forward to enjoy it as much as I can. And to play the brand of cricket that we have played over the last 2 years. I mean, we are looking forward to improving every single day. And whatever we have achieved, we are keeping it aside now. And looking forward for a fresh start. So like that. Yes. രോഹൻ കുന്നുമ്മൽ. രോഹൻ വളരെ ചെറുപ്പമാണ്, പക്ഷേ അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ യുവത്വവും പരിചയസമ്പത്തും ഒരാളിൽ വരികയാണ്. അതെങ്ങനെയാണ് ടീമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക? തീർച്ചയായിട്ടും ലാസ്റ്റ് 2 yearsൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ആസ് എ ടീമുണ്ട്. സോ അതിൽ നിന്നുള്ള ലേണിങ്സ് ആണ് തീർച്ചയായിട്ടും, അതിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് എന്താ പറയുക, ആസ് എ ടീം നമ്മളെല്ലാവരും ആ ഒരു യങ് വൈബ് കാര്യങ്ങളുണ്ട്. സോ എല്ലാം കൊണ്ട് ലൈക്ക് ഒരുമിച്ച് കളിച്ച് നല്ലൊരു ഫണ്ണായി അല്ലെങ്കിൽ കപ്പടിക്കാനുള്ള ഒരു ഇൻറ്റൻഷനിൽ പോകാനാണ് പ്ലാൻ. ഇനി ഒരു പക്ഷേ ഈ കേരള ക്രിക്കറ്റ് ലീഗിലെ തന്നെ ഏറ്റവും മോസ്റ്റ് സീനിയർ എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ് സച്ചിൻ ബേബി. 2 സെഞ്ചുറികളുള്ള കളിക്കാരനാണ്. മാത്രമല്ല 2 ഫൈനലിലും കളിച്ച താരമാണ്. ആദ്യ കപ്പുയർത്തിയ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഇത്തവണ എന്താണ്? ഇപ്പം ഈ വർഷം ഒരു പുതിയ ടീമാണ്, ആലപ്പി റിപ്പിൾസിലാണ് ഞാൻ കളിക്കുന്നത്. അപ്പം പ്രതീക്ഷ പറഞ്ഞ പോലെ എപ്പോഴും ഹൈ തന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. കാരണം ഈ ഒരു ടീം അത്രയും നല്ല മാനേജ്മെൻറ്റ്, നല്ല ഓണേഴ്സ്, കുറച്ചും കൂടെ നമ്മുടെ ഒരു യങ് സൈഡാണ്. നമ്മൾ ഈ വർഷം യങ്സ്റ്റേഴ്സ് ഉള്ള ടീംസാണ് ഞങ്ങളുടെ. സോ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സീസണിൽ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു പ്രതീക്ഷ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോപ്പിലെത്താനുള്ള ഒരു കളിയാണ് നമ്മൾ കളിക്കുന്നത്. അതിനുള്ള സ്ക്വാഡ് നമുക്കുണ്ട്. എല്ലാ ടീമും നല്ല ഒരു ബാലൻസ് സ്ക്വാഡാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈ വർഷം കുറച്ചുകൂടെ നല്ല മാച്ചസ് ഈ വർഷം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. ശരി. ആൻഡ് ഫൈനലി സാലി സാംസൺ. എല്ലാവരും ചേട്ടാന്ന് വിളിക്കുന്ന സഞ്ജു സാംസന്റെ ചേട്ടനാണ് സാലി. പക്ഷേ സഞ്ജുവും സാലിയുമാണ്. ഒരു ക്യാപ്റ്റനാണ്. കഴിഞ്ഞ തവണ കപ്പ് ഉയർത്തിയ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഇത്തവണ എന്താണ്? അല്ല, ഇപ്രാവശ്യം ഒരു ഫ്രഷ് ടൂർണമെൻ്റ് ആണ്. ഫ്രഷ് മാച്ച് ഓരോ മാച്ചായിട്ട് എടുക്കാം, എൻജോയ് ചെയ്യാം. ഒരു ടൂർണമെൻറ്റ്, ഒരു ഫെസ്റ്റിവൽ പോലെ ആഘോഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശരി. സാലി കുറച്ച് വാക്കുകൾ ഒതുക്കിയെങ്കിലും സച്ചിൻ പറഞ്ഞ വാക്കുകൾ കടമെടുക്കട്ടെ. ആദ്യ 2 സീസണുകൾ പോലെയല്ല. ആദ്യ 2 സീസണുകളിൽ ടീമുകളിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. 6 ടീമും ബെസ്റ്റ് ടീമാണ്, ബാലൻസ്ഡ് ടീമാണ്. അതുകൊണ്ട് തന്നെ ഇനി 15 ദിവസങ്ങൾ ആവശ്യത്തിൻ്റെയാകും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഏറ്റവും മികച്ച മത്സരങ്ങളാവും. ക്യാമറാമാൻ അരുൺ കടക്കലിനൊപ്പം VS കൃഷ്ണരാജ്, ജനം.